ഇവിടെ ആദ്യ ശമ്പളം എന്തായിരുന്നു? എൻ്റെത് ആദ്യത്തേത് കൂലിയാണ്. ശമ്പളം എന്നല്ലല്ലോ, ഒരു കൂലി 60 രൂപ. അത് ഞാൻ മൊത്തമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയരത്തിലെത്തിയാലും പണ്ട് വളർന്ന സാഹചര്യങ്ങൾ മറക്കരുത് എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറന്നിട്ട് ഒരാളോടും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ എൻ്റെ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതൊരു എന്തോ ഞാൻ വലിയൊരു അപരാധം ചെയ്ത പോലത്തെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ വളർന്ന സാഹചര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എത്ര ഉയരത്തിലെത്തിയാലും ഞാൻ അത് വിട്ട് ഒരിക്കലും കളിക്കൂല. 60 രൂപയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കൂലി. പിന്നെ എൻ്റെ അമ്മ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചു. 8000 രൂപയായിരുന്നു വാങ്ങി തന്നത്. 6000 രൂപ കോഴ്സ് പഠിക്കാൻ 2000 രൂപയ്ക്ക് ഞാൻ 4 ചുരിദാർ വാങ്ങി. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അത് ഞാൻ കല്യാണത്തിന് ശേഷം കേട്ടോ. എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പിന്നെ എനിക്ക് അന്ന് കിട്ടിയ ബ്യൂട്ടി പാർലറിലെ ശമ്പളം 1500 രൂപയാണ്. അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 3-4 വർഷത്തോളം പണിയെടുത്തുകൊണ്ടിരുന്നു. 1500 2000 ആയി. അതിൽ നിന്ന് ബസ്സിൻ്റെ പൈസയും കൂടി കഴിക്കണം, അതും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് 3 ആയി 4 ആയി 5 ആയി. 5 ആകുമ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ടൊരു പാർലർ ഉണ്ടാക്കിയെടുത്തു. ലോണിൽ തന്നെ എടുത്തു. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഇല്ല നല്ല രീതിയിൽ തന്നെ പോയതായിരുന്നു. പോയി പിന്നെ എൻ്റെ ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ കാരണം അത് നഷ്ടത്തിന് 2 ലക്ഷത്തോളം നഷ്ടത്തിന് കൊടുക്കേണ്ടി വന്നു. ഞാൻ പയ്യന്നൂർ എന്നും പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പിലാത്തറയിലെത്തി. 1 വർഷം ഞാൻ വാടകയ്ക്ക് നിന്നു. 5000 രൂപ വാടകയായിരുന്നു. എൻ്റെ മോൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 1.25 വയസ്സായിരുന്നു മോന്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു പാർലർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എനിക്ക് നഷ്ടങ്ങൾ വന്നു. വീണ്ടും 2-2.5 ലക്ഷത്തോടെ എനിക്ക് വീണ്ടും അവിടുന്ന് കടം വന്നു. പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഒരു ഒളിച്ചോട്ടം പോലെ വന്നതാണ്. പക്ഷേ ഭദ്ര എന്ന് പറയുന്നൊരു സീരിയലിലാണ് എൻ്റെ കയറ്റം. അവിടുന്ന് എനിക്ക് കിട്ടിയത് 3500 രൂപ. അവിടുന്ന് വെച്ചടി എനിക്ക് 24ഓളം സീരിയൽ ഞാൻ ചെയ്തു. 25ാമത്തെ സീരിയൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പം കുഴപ്പമില്ലാത്തൊരു പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതവും യമുന ചേച്ചിയുടെ ജീവിതം, യമുന ചേച്ചി എന്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ തൊണ്ടക്കുന്ന് ഇങ്ങനെ ഒരുമാതിരിയാണ്. പക്ഷെ അതേ ലൈഫാണ് ഞാൻ കൊണ്ടുപോയത്. ഓരോ കാര്യങ്ങളും മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു. മക്കൾക്ക് വേണ്ടി ഇത് മക്കൾ കുറേ കഴിയുമ്പോൾ ചോദിക്കുന്നതായിരിക്കും, ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് ജീവിക്കാൻ, നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എന്താ ജീവിച്ചൂടെ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് പറ്റൂല. അതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. യമുന ചേച്ചി പറഞ്ഞില്ലേ 1 രൂപ പോലും മാറ്റി വെച്ചില്ല എന്ന്. സത്യമാണ്, മാറ്റി വെച്ചില്ല. നമുക്ക് പറ്റുന്നില്ല. ബീന ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് മക്കളെ ഒന്ന് അവരുടെ പാഠം പഠിപ്പിക്കണം, നമുക്ക് ലാവിഷായി ജീവിക്കാൻ സമ്മതിച്ചുകൂടാ എന്നൊക്കെ നമുക്ക് വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. അത് നമ്മളെ ഒരു അമ്മമാരുടെ മനസ്സങ്ങനെയാണ് അല്ലേ. അച്ഛന്മാരുടെ കുറ്റം അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് അറിയുന്നൊരു മനസ്സാണ്. അതെന്തോ നമ്മളെ ചിന്തിക്കുന്ന തന്നെയാണ്. നമ്മൾ വന്ന ആ ദുരിതത്തിലെ കൂടെ നമ്മളെ മക്കൾ പോവരുത്. നമ്മൾ അനുഭവിച്ച സങ്കടം അവരനുഭവിക്കരുത്. ഇപ്പം ബീന ചേച്ചി പറഞ്ഞ പോലെ 1-2 യൂണിഫോം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ അവരിട്ട് പഴകിയതൊക്കെയാണ് ഞങ്ങളിട്ട് വരുന്നത്. പക്ഷെ ദാരിദ്ര്യം പറയാനോ കഷ്ടപ്പാട് പറയാനോ ഞാനില്ല. പക്ഷെ എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരിക്കലും അഹങ്കാരം കളിക്കുകയില്ല. അതെൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെ ഞാൻ ക്ഷമ ചോദിക്കും. ക്രിസ്ത്യൻ്റെ ആദ്യ ശമ്പളം 650 രൂപ. ശ്രീമാൻ നമ്പി സാറുടെ സീരിയലിൽ ഒരു ഡോക്ടർ വേഷം. അപ്പോൾ അത് ഞാൻ സീരിയൽ അഭിനയിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുള്ളൊരു ഇതായിരുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു. അത് ആ ഒരു ഡോക്ടറിൻ്റെ വേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ എന്ന് മാത്രമേ ഉള്ളൂ, പേര് പോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് ചെയ്ത ആ 650 രൂപ കിട്ടിയിട്ട് ആദ്യം ചെയ്തത് ആ 650 രൂപയ്ക്ക് ഞാനൊരു ലോക്കറ്റ് വാങ്ങി. അതിപ്പോഴും ഞാൻ വെള്ളം കുടിക്കാൻ പൈസ ഇല്ലാതായിട്ട് പോലും അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഈ 650 രൂപയാണ് അന്ന് ഗോൾഡിന് ഈ ഒരു കുരിശ്. 650 രൂപയാണ് അതിന്റെ അന്നത്തെ വില. കുരിശാണോ അത്? കുരിശാണ്. അപ്പൊ ഇത് എത്ര ഞാൻ കഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയാം. അതായത് കടം പ്രശ്നം വലിയ ഇതായിട്ടും 1 രൂപ വെള്ളത്തിന് പൈസ ഇല്ലാത്തപ്പോൾ പോലും ഇത് ഞാൻ കഴുത്തിന്ന് ഊരിയിട്ടില്ല. കാരണം ഇത് എൻ്റെ വർക്കിന്, ഞാൻ ഇഷ്ടപ്പെടുന്ന മീഡിയ എന്ന് പറഞ്ഞ ആ ഒരു വർക്കിന് എനിക്ക് കിട്ടിയതാണ്. പിന്നെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ വളരെ അടുത്ത് നിന്ന കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ പറ്റിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ പൈസ സമ്പാദിച്ചതിനെ പറ്റി പറയുന്നു. വളരെ ഫ്രീഡത്തോടു കൂടി ചോദിച്ചിട്ട് തിരിച്ചു തരാതെ പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത സുഹൃത്തുക്കളുമുണ്ട്.
അകവഴിഞ്ഞ് അവർ എന്നെ സഹായിച്ചിട്ട് അവർ തിരിച്ചു ചോദിക്കാത്ത ഫ്രണ്ട്സുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈഫിൻ്റെ എല്ലാ വശവും കണ്ടു വന്നിട്ട് ഇപ്പം എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് ഈ 650 രൂപയുടെ ഇത് പറയാൻ കാരണം പറഞ്ഞതല്ല, എനിക്ക് അത്രയ്ക്ക് വാല്യൂ ആണ്. ഓരോ രൂപയും എനിക്ക് അത്രയ്ക്ക് വാല്യൂ ആണ്. ഇന്ന് ഈ കല്യാണം കഴിച്ച ആ സമയം തൊട്ട് ഞങ്ങൾക്ക് 1 വർഷം ആവാറായി. കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇവളവൻ്റെ പണം കണ്ടിട്ട് കെട്ടിയതാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ആ പണത്തിൻ്റെ വാല്യൂ അറിയില്ല. സ്വന്തം നടത്തിക്കൊണ്ടിരുന്ന ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഓരോ സാധനങ്ങളും വിറ്റിട്ട് കോവിഡ് സമയത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. അതിലെ ഓരോ സാധനങ്ങളും അത് കൊടുക്കുന്നത് എന്തിനാണ്? സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ധൈര്യത്തിലാണ്. അപ്പോൾ ആ ധൈര്യത്തിന് ഞാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ അത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത്, അമ്പലത്തിൽ പോകാൻ ഡ്രൈവറായിട്ട് വരാനും ഞാൻ റെഡിയാണ്, പക്ഷെ സേഫായിട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന ഈ കമൻറ്റ് രോഗികൾക്കെല്ലാം അവർക്ക് എന്താണ് ലൈഫ് എന്നറിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരുടെയും ലൈഫ് നമ്മൾ പറയുന്നു. ഈ ചീത്ത വിളിക്കുന്ന ഒരാൾക്ക് ഒരു വാക്ക് പറയാനുണ്ടാവും നല്ലതിൻ്റെ. അവർക്ക് മെയിനായിട്ട് ഇവൻ്റെ താടി കണ്ടോ, ഇവന് അതായിരിക്കും, ഇവന് താടിക്കകത്ത് പുഴുവായിരിക്കും, രോമമായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെ ചീത്ത വിളിച്ച് ഇനി പുഴുക്കുന്ന ചീത്ത വിളിക്കാനില്ല. വളരെ നെഗറ്റീവ്. അച്ഛനെയും അമ്മയും എന്നെയും കുഞ്ഞുമോളെയും മക്കളെയും എല്ലാവരെയും ചീത്ത വിളിച്ച് അല്ല, അവർക്ക് വേറൊന്നുമല്ല, അവർ ജീവിതം കണ്ടിട്ടില്ല. സത്യം. ഞാൻ ദുബായിലുണ്ടായിരുന്ന ഒരു സമയം, ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ എനിക്ക് എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിടേണ്ട ആളെ വിട്ടിട്ട് തിരിച്ച് ഞാൻ നടന്നു വരേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. ദുബായിൽ സമ്മറിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് ദുബായിലുള്ളവർക്കറിയാം. 1 രൂപയ്ക്ക് കയ്യിലുണ്ടായിരുന്ന 1 രൂപയിൽ ഞാൻ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ തീരും എന്നുള്ളത് കൊണ്ട് അതില്ലാതെ ഞാൻ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ലൈഫ് കണ്ടിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഭാഗത്ത്. ഞാൻ ദുബായിൽ ജീവിച്ചതെന്ന് പറഞ്ഞാൽ നല്ലതും കണ്ടിട്ടുണ്ട്. ബുർജ് ഖലീഫയും ബുർജുൽ അറബും പോയിട്ടുണ്ട്, 1 രൂപ പോലും ഇല്ലാതെയും ജീവിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ലൈഫ് കണ്ടിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചുമ്മാ സുഖിച്ചിരുന്ന് വെറുതെ സമയം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഫേസ്ബുക്കിൽ കയറിയിരുന്ന് ചൊറിയുന്ന ആൾക്കാരെ എനിക്ക് വലിയ വിലയില്ലാന്ന് എപ്പോഴൊരിക്കലും മെസ്സേജസ് ഞാൻ വായിക്കാറുണ്ടല്ലോ. എന്തിനാണ് കമന്റ്സ് നോക്കിയിട്ട് നമ്മള് പണിയില്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണൊക്കെ എന്തിനു വായിക്കണം? എനിക്ക് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞുമോളുടെ ബർത്ത്ഡേയുടെ ആ സമയത്ത് ചോറ്റാനിക്കര പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട്, വൈഫ് വന്നില്ലേ, ദിവ്യ എവിടെ? അപ്പം ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഷൂട്ടിങ്ങിലാണ്, സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, പുള്ളിക്കാരുടെ ബർത്ത്ഡേ, എൻ്റെ അന്വേഷണം പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ ലൈഫും ദിവ്യയുടെ ലൈഫും ഒരുപോലെ ആയിരുന്നു. ലൈഫ് കണ്ട ഒരാൾ. അപ്പോൾ എൻ്റെ മകൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്കും അങ്ങനെ വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ കല്യാണം കഴിപ്പിച്ചപ്പോൾ 3 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു. 1,00,000 കമന്റ്സ് ഞാൻ അവിടെ കളഞ്ഞു. അതാണ് ഒന്നല്ല വന്ന കമന്റ്സ്, ബാഡ് കമന്റ്സ് മുഴുവൻ കളയാം നമുക്ക്. അപ്പോൾ കാരണം ഒരാൾക്കെങ്കിലും അല്ലേ ഈ പറഞ്ഞ പോലെ ഒരു അല്ല, കുഞ്ഞുങ്ങളോട് അത് പറയണം, വിഷ് പറയണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം അങ്ങനെയുള്ളൊരു വിഷ്, നമ്മൾ ഒരു വിഷ് മതി ഇങ്ങനെ ഈ വേറെ ഒരു പണിയില്ലാത്ത ആൾക്കാർ എഴുതുന്ന ഈ കമന്റ്സിനെതിരെ.